ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു പായസമാണ് ഉണ്ടാക്കണേ. നമ്മുടെ ചവ്വരിയും ക്യാരറ്റും കൂടെ ചേർത്ത്. അപ്പോൾ ഇത് ചൂടോടുകൂടെ കഴിക്കണേക്കാളും ടേസ്റ്റ് ഒരു ഇത്തിരി തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചവ്വരി അല്ലെങ്കിൽ സാബൂനരി എന്നും പറയും, അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലിട്ടിട്ടാണ് നമ്മൾ ഈ ചവ്വരി വേവിച്ചെടുക്കണേ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചവ്വരിയാണ്. അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ തിളക്കണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവായി വരട്ടെ. അപ്പോൾ ഞാനൊന്ന് ചവ്വരി വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. ചിലർ പാലിലിട്ടിട്ട് തന്നെ ഈ ചവ്വരി വേവിച്ചെടുക്കാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പായസത്തിന് അല്പം കൊഴുപ്പ് കൂടുതലായിരിക്കും. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെയാണ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചവ്വരി നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു 3 കപ്പ് പാലും ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പാല് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ ചവ്വരി, അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കാം. ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാലിൻ്റെ അളവ് ഏകദേശം ഒരു പകുതി ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഈ പാല് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യിലിട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാഷ്നട്ടും റൈസിൻസും ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിടി കാഷ്നട്ട് ആദ്യം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. അതായതിന് ശേഷം നമുക്ക് കുറച്ച് റൈസിൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി വേണ്ടത് ക്യാരറ്റാണ്. ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നെയ്യ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇനി കുറച്ചും കൂടി നെയ്യ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നെയ്യിൽ തന്നെയാണ് ഇതും കൂടെ വഴറ്റി കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.25 കപ്പ് ക്യാരറ്റാണ്. അത് കുറച്ച് വലുതായിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പായസം കുടിക്കുമ്പോൾ ഒന്നിങ്ങനെ കടിക്കാനായിട്ട് അത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടാണ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഈ ക്യാരറ്റിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ക്യാരറ്റിലേക്ക് കുറച്ച് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു സമയത്ത് ഈ ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റോളം വഴറ്റി കൊടുത്താൽ മതി. അതിപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഈ ഒരു പാല് ഒന്ന് വറ്റി ഒന്ന് കുറുകി വരാനുണ്ട്. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പാല് ഒരു പകുതിയായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ കാഷ്നട്ട് റൈസിൻസും അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഏലക്ക പൗഡർ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പായസത്തേക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഏലക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ അധികം ഫ്ലേവർ ഇല്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാരറ്റിനും അധികം ഫ്ലേവർ ഇല്ല, അതുപോലെ തന്നെ ചവ്വരിക്കും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏലക്ക പൗഡർ മാത്രമാണ് ഈ ഒരു പായസത്തേക്ക് ഫ്ലേവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്താലും മതിയാകും. എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരല്പം കട്ടി കുറവായിരിക്കും. പക്ഷേ ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നല്ല കട്ടി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പായസത്തിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു ചൂടോടുക്കനെ നോക്കുമ്പോൾ നമുക്ക് അത്ര കട്ടി തോന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചവ്വരി ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.
നന്നായിട്ട് ഇഷ്ടമാവും എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. കുറച്ച് ഹെൽത്തി ആണല്ലോ, നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്തിട്ടല്ലേ ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചവ്വരി നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.